ഇപ്പോൾ കേരളത്തിൽ ഒരു 10 പഠിക്കുന്ന കുട്ടികളോട് 10 ഒരു 15-16 വയസ്സുള്ള കുട്ടികളോട് ചോദിച്ചാലും പവർ കട്ട് എന്താണെന്ന് പറഞ്ഞാൽ അവർക്കറിയില്ല. കാരണം കഴിഞ്ഞ 10 വർഷം കൊണ്ട് പവർ കട്ട്, ലോഡ് ഷെഡിംഗ് ഈ 2 പദങ്ങൾ കേരളത്തിലെ ഡിക്ഷണറിയിൽ നിന്ന് അപ്രത്യക്ഷമാക്കാൻ കഴിയുന്ന മാറ്റം വൈദ്യുതി ഉൽപാദന രംഗത്തുണ്ടായി സാർ. എവിടെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഇവിടെ തന്നെ പറഞ്ഞോ സാർ. 10 കൊല്ലമായി ഇരുട്ടിൽ തന്നെ സ്വയം കിടന്നിരിക്കുന്ന ആളുകളെ വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള അസാധാരണ ശേഷിയോ മാന്ത്രിക വിളക്കൊന്നും എന്റെ കയ്യിലില്ല സാർ. നമ്മുടെ വൈദ്യുതി മന്ത്രി ഇവിടെയുണ്ട്. എക്കണോമിസ്റ്റ് എന്ന് വാരികയുണ്ട് സാർ, ലണ്ടൻ എക്കണോമിസ്റ്റ്. അവരുടെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ലെഫ്റ്റ് പാരഡൈസ്. അവരുടെ അവസാന ഭാഗം ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും കേരളത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങൾക്കും കേരളത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. ആ കേരളം ഡെവലപ്പിംഗ് ചാമ്പ്യനാണെന്ന് എക്കണോമിസ്റ്റാണ്, ലണ്ടൻ എക്കണോമിസ്റ്റ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അത്യാവശ്യം വായിക്കുന്നവർക്ക് അറിയാൻ കഴിയും. പ്രതിപക്ഷ നേതാവ് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സാർ. അതിലൊരു ഭാഗം പറയുന്നത് നമ്മുടെ എക്കണോമിസ്റ്റിന്റെ ഇന്റലിജൻസ് യൂണിറ്റ് അവരുടെ ഒരു ഭാഗം അതിനകത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. അവരെല്ലാ വർഷവും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളുടെയും വ്യവസായ വളർച്ചയെ കുറിച്ചുള്ള പഠനം നടത്താറുണ്ട്. അത് വലിയ വില കൊടുത്താണ് സബ്സ്ക്രൈബ് ചെയ്യുക കോർപ്പറേറ്റുകൾ. കാരണം കോർപ്പറേറ്റുകൾക്ക് ഇപ്പൊ നമ്മൾ എത്ര പറഞ്ഞാലും ഇപ്പൊ ചിലർ പറയില്ല, അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു, ഇവര് തള്ളാണ്, PR ആണെന്നൊക്കെ പറയില്ലോ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ കോർപ്പറേറ്റ് ഏജൻസികൾ അവരുടേതായ കൺസൾട്ടൻസി വെച്ച് ഇത്തരത്തിലുള്ള പഠനങ്ങൾ നോക്കി ആ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന ഡിസിഷനിലേക്ക് എത്തുന്നത്. അല്ലാതെ വ്യവസായ മന്ത്രി ഇങ്ങനെ പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു, കേരളത്തിന്റെ പരസ്യം കണ്ടു, നേരെ നിക്ഷേപം നടത്താമെന്ന് പറഞ്ഞിട്ടല്ല ഈ കമ്പനികൾ വന്നിട്ടുള്ളൂ സാർ. ആ എക്കണോമിസ്റ്റിന്റെ ഇന്റലിജൻസ് യൂണിറ്റിന്റെ പഠനത്തിൽ നേരത്തെ കേരളം വ്യവസായത്തിന്റെ റാങ്കിങ്ങിലേക്ക് പോലും പരിഗണിക്കപ്പെട്ടിരുന്നില്ല സാർ. എന്നാൽ ഇപ്പൊ കേരളം 9ാമത്തെ റാങ്കിങ്ങിൽ എത്തുമ്പോൾ അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്നുള്ളത് അൺഇൻറപ്റ്റഡ് പവർ കണക്ഷന്റെ കാര്യത്തിൽ വ്യവസായങ്ങൾക്കുള്ളതിൽ കേരളം ഇന്ത്യയിൽ ഇന്ന് 3ാം സ്ഥാനത്താണെന്ന് എക്കണോമിസ്റ്റ് സാക്ഷ്യപ്പെടുത്തുകയാണ് സാർ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഇത്തവണത്തെ റാങ്കിങ്ങിൽ, ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനിൽ അൺഇൻറപ്റ്റഡ് പവർ സപ്ലൈയിൽ അവരുടെ റാങ്കിങ്ങിൽ കേരളം 1ാം സ്ഥാനത്ത് എത്തി എന്നുള്ളതും ഓരോരുത്തർക്കും അഭിമാനിക്കാൻ കഴിയാവുന്ന കാര്യമാണ്. അസ്വസ്ഥപ്പെട്ടിട്ടില്ല. യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ ഉള്ളത് പറഞ്ഞാൽ ആർക്കോ തുള്ളൽ വരുമെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് അശരീരി പോലെ ഉരുവിട്ടിട്ടൊരു കാര്യമില്ല. യാഥാർത്ഥ്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. വസ്തുതകൾ വെച്ചുകൊണ്ട് വേണമെങ്കിൽ സംസാരിക്കാം. അശരീരി പോലെ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ അതിനെ മറികടക്കാൻ കഴിയില്ല സാർ. നമുക്കിപ്പോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 2 തവണ തുടർച്ചയായി 1ാം സ്ഥാനത്തേക്ക് എത്തുന്നു. ഫാസ്റ്റ് മൂവർ പട്ടികയിൽ ആദ്യമായി കേരളം അംഗീകരിക്കപ്പെടുന്നു. കയറ്റുമതിയുടെ കാര്യത്തിൽ ഇപ്പൊ കേരളം ഏറ്റവും മികച്ച സ്ഥാനത്തേക്ക് എത്തുന്നു എന്നുള്ളത് മലയാള മനോരമ തന്നെ ആളുകൾ അറിയിക്കുന്ന രൂപത്തിലേക്ക് വസ്തുതകൾ മുഖത്ത് വന്നടിക്കുകയാണ് സാർ. അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതിന്റെ നോവൽ ഇന്നോവേഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷനായി കേരളത്തിന്റെ ഇയർ ഓഫ് എന്റർപ്രൈസസ് പദ്ധതി തെരഞ്ഞെടുത്തിരിക്കുന്നു സാർ. അതുപോലെയുള്ള ഒത്തിരിയേറെ അംഗീകാരങ്ങൾ നേടാൻ നമുക്ക് കഴിഞ്ഞു. അത് ഈ ഗവൺമെന്റിനുള്ള അംഗീകാരമല്ല സാർ, കേരളത്തിനുള്ള അംഗീകാരമാണ്. കേരള വിരുദ്ധർക്ക് മാത്രമേ ഇത്തരം അംഗീകാരം കിട്ടുമ്പോൾ അസ്വസ്ഥരാകാൻ കഴിയുകയുള്ളൂ. കേരള വിരുദ്ധരാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കും. നന്നായി.